ഹായ് ഓൾ, ഞാനൊരു കഥ പറയാം. ഈ കഥ നിങ്ങൾക്ക് പ്രചോദനമാവുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ലൈക്കും ചെയ്യുക. ഒരു സായാഹ്നത്തിൽ അച്ഛനും മകനും സ്വീകരണ മുറിയിലെ കസേരയിലിരിക്കുകയായിരുന്നു. ഏകദേശം 40 വയസ്സുണ്ടാകും മകന്. അപ്പോഴാണ് ജനലരികിൽ ഒരു കാക്ക വന്നിരുന്നത്. മോനെ, അതെന്താണെന്ന് നോക്കിയേ, വാത്സല്യത്തോടെ അച്ഛൻ ചോദിച്ചു. അതൊരു കാക്കയാണ്, മകൻ മറുപടി നൽകി. അല്പസമയം കഴിഞ്ഞപ്പോൾ അച്ഛൻ വീണ്ടും അതേ ചോദ്യം ആവർത്തിച്ചു. അതെന്താ മോനെ? അത് കാക്കയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അച്ഛാ, മകൻ്റെ സ്വരത്തിൽ നേരിയ അതൃപ്തി കലർന്നു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അച്ഛൻ മൂന്നാമതും ചോദിച്ചു. അവിടെ ഇരിക്കുന്നത് എന്താണ്? അച്ഛാ, നിങ്ങൾക്ക് കേൾക്കുന്നില്ലേ? അതൊരു കാക്കയാണ്, മകൻ ദേഷ്യത്തോടെ പറഞ്ഞു. നാലാമതും അച്ഛൻ അതേ ചോദ്യം ആവർത്തിച്ചപ്പോൾ മകന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. എത്ര തവണ പറയണം അതൊരു കാക്കയാണ്, കാക്കയാണ്, കാക്കയാണെന്ന്? എന്താ അച്ഛാ ഇങ്ങനെ? അവൻ അല്പം കടുപ്പിച്ചു ചോദിച്ചു. മകൻ്റെ പ്രതികരണത്തിൽ വിഷമം തോന്നിയ അച്ഛൻ പതിയെ എഴുന്നേറ്റു. റൂമിൽ പോയ അദ്ദേഹം ഒരു പഴയ ഡയറിയുമായി തിരിച്ചു വന്നു. എന്നിട്ട് അത് മകൻ്റെ കയ്യിൽ കൊടുത്തു. ഇതൊന്ന് വായിച്ചു നോക്കൂ, അച്ഛൻ ശാന്തമായി പറഞ്ഞു. മകൻ ഡയറി തുറന്നു. ആദ്യത്തെ പേജിൽ ഇങ്ങനെ എഴുതിയിരുന്നു. എൻ്റെ പ്രിയപ്പെട്ട മോന് ഇന്ന് 3 വയസ്സാണ്. ഞങ്ങൾ ഉദ്യാനത്തിലിരിക്കുമ്പോൾ ഒരു കാക്ക ഞങ്ങളുടെ അടുത്തേക്ക് പറന്നു വന്നു. മോൻ എന്നോട് ചോദിച്ചു, അച്ഛാ ഇതെന്താണ്? ഞാൻ പറഞ്ഞു, മോനെ അതൊരു കാക്കയാണ്. അവൻ വീണ്ടും ചോദിച്ചു, അച്ഛാ അതെന്താണ്? ഞാൻ വീണ്ടും പറഞ്ഞു, അതൊരു കാക്കയാണ്. ഇങ്ങനെ അവൻ 23 തവണ എന്നോട് ചോദിച്ചു. ഓരോ തവണയും ഞാൻ സ്നേഹത്തോടെ മറുപടി പറഞ്ഞു, അതൊരു കാക്കയാണെന്ന്. അവൻ്റെ ആ ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ എനിക്ക് വലിയ സന്തോഷവും കൗതുകവുമാണ് നൽകിയത്. എൻ്റെ കുഞ്ഞുമോൻ്റെ നിഷ്കളങ്കത ഓർത്ത് ഞാൻ അത്ഭുതപ്പെട്ടു പോയിരുന്നു. ഡയറി വായിച്ചു കഴിഞ്ഞതും മകൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. താൻ ചെയ്തത് എത്ര തെറ്റായിപ്പോയെന്ന് അവൻ ഓർത്തു. അവൻ വേഗം അച്ഛൻ്റെ അടുത്തേക്ക് ചെന്ന് കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. ക്ഷമിക്കണം അച്ഛാ, എനിക്ക് തെറ്റുപറ്റി, അവൻ വിതുമ്പലോടെ പറഞ്ഞു. ഇത്തരത്തിൽ മാതാപിതാക്കളോട് ദേഷ്യപ്പെടുന്ന മക്കൾക്ക് ഈ കഥ ഒരു പാഠമാകട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്